നമ്മളെ കഞ്ഞിപ്പടക്ക് കുഞ്ഞുങ്ങളായിട്ടോ. മുട്ട വെച്ച് 21 ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് ഫുള്ളൊന്നും വിരിഞ്ഞിട്ടില്ല. 3 മുട്ടയും കൂടെ വിരിയാനുണ്ട്. ബാക്കിയൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഓരോ കൂട് മാറ്റുക. ഓരോ പുതിയ കൂട്ടിലേക്ക് ഇടാൻ പോവാട്ടോ. അട വെച്ചത് വേറെ കൂട്ടിലാണ്. അപ്പം ഇനി ഓർക്കുള്ള കൂട് സെറ്റാക്കാണ്. വേറെ കൂട്ടിൽ നിന്ന് ഓരെ ഇങ്ങോട്ട് മാറ്റുകയാണേ. മാറ്റുന്നതിന് മുന്നേ കൂടെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാണ്. ഓർക്കുള്ള വെള്ളവും കാര്യങ്ങളും ഫുഡും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോ മറ്റേ കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഫുഡ് കൊടുക്കൽ പിന്നെ 1 മാസം 2 മാസം വരെ ഞാൻ ഒരു 1.5 മാസം വരെയൊക്കെ സ്റ്റാർട്ടർ കൊടുക്കും കേട്ടോ. കോഴിത്തീറ്റാന്ന് പറയില്ല, ഇത് കൊടുക്കും. ഇനി ഇതിപ്പോൾ 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ വലുതുണ്ട്, അന്ന് പൊടിയല്ലാത്ത അതാണ് അടുത്തത് ഇട്ട് കൊടുക്കുക. ഒരു 2 കിലോ ഒക്കെ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ. ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ ഫസ്റ്റിൽ കുറച്ച് കൊടുക്കുകയുള്ളൂ. പെട്ടെന്ന് തൂക്കം കൂടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് വലിപ്പം വെക്കുന്ന വരെയുള്ളൂ ഇത് കൊടുക്കുള്ളൂ. ഒരു 1.5 മാസം കൂടിയാൽ. അത് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കില്ല കേട്ടോ. പിന്നെ സാധാ ഫുഡൊക്കെ കൊടുക്കും. അതാ ഇവരെ മാറ്റുകയാണേ. ഇവരവിടെ ഇരുന്ന കൂട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇതാ മുട്ട 3 എണ്ണം വിരിയാത്തതാണ്. ഈ പറഞ്ഞോ എന്താ പറയണ്ടേ പറഞ്ഞോ. ഇതാ പാത്തുമാണ് മാറ്റുന്നത്. പുറത്തുനിന്ന് പാത്രത്തിലല്ലോ അട വെച്ചത്, അനിതിന്ന് മാറ്റണ്ടേ. അപ്പം മാറ്റാണ്. പാത്തുവല്ല ഇടുക. പാത്തുട്ട് പാത്തുട്ട് കുഞ്ഞുങ്ങളെ പുതിയ കൂട്ടിലേക്ക് മാറ്റിയാലേ ഓരെ ഹൗസ് വാമിങ് അല്ലേ. അപ്പോൾ അവർക്ക് പുതിയ കൂടൊക്കെ സെറ്റാക്കി ഒരയിലേക്ക് ഇടുക. പഴയ കൂട് തന്നെ പുതിയതാക്കിയതല്ലേ. പിന്നെ പിന്നെ രാത്രി ആകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പിടിച്ചിട്ടോരെ അതിൻ്റെ ഇവരെ ഇനിയിപ്പോൾ ഒരു 3 മാസം വരെ ഈ കൂട്ടിൽ തന്നെയാണ് വെക്കുക. പുറത്തൊന്നും ഇറക്കില്ല. എന്താ വെച്ചാൽ കാക്ക കൊത്തുന്ന പ്രായമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ പുറത്ത് വിടുള്ളൂ. ഈ ടൈമിൽ പുറത്തിട്ടാൽ ഒരു വേഗം കാക്ക കൊത്തി വിടും. ഇപ്പം രാത്രി ആകുമ്പോൾ താഴ്ന്ന് അതിൻ്റെ മുകളിലേക്ക് ഇടട്ടോ ചെയ്യുക. ഇത് നല്ല സെറ്റപ്പ് കൂടെ ഇനി ആദ്യമൊക്കെ. ഇപ്പം അതാ ഒക്കെ പൊളിഞ്ഞുണ്ട്. അപ്പോൾ ഈ വെറ്റുമേളിൽ മാത്രമേ ഉള്ളൂ ഇതിനെ കയറ്റാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ ബസ്സിലുള്ള കോഴികളൊക്കെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ആക്കണേ മുന്നേ ഇതാ ഈ പിന്നെ അടിഭാഗത്തൊക്കെ നല്ല കൂടെ ഇനി അടിഭാഗത്തൊക്കെ ഇപ്പോൾ പൊളിഞ്ഞതാണ് കേട്ടോ. ഇതാ ഈ ഇവിടെയൊക്കെ ഇടലുണ്ടായിനി. പക്ഷെ ഇപ്പം അതിനൊന്നും പറ്റില്ല, ഒക്കെ പൊളിഞ്ഞ് നാശമായിട്ടുണ്ട്. ഇതവരെ ഫസ്റ്റത്തെ ദിവസം ഇവരെ ഞാനിങ്ങനെ കൈകൊണ്ട് പെറുക്കിയിടുക കേട്ടോ ചെയ്യുക. ഫസ്റ്റ് ദിവസം അവർക്ക് അറിയില്ലല്ലോ. പിന്നെ 2ാമത്തെ ദിവസം ഓരെന്നെ ചെയ്യും കേട്ടോ. 2ാമത്തെ ദിവസം കുഞ്ഞുങ്ങളെ ഇറക്കി കൊടുക്കണം. പിന്നെ 3ൻ്റെ അന്ന് ഒരൊറ്റയ്ക്ക് എല്ലാവരും ഇറങ്ങും. ഇപ്പോൾ തള്ളക്കും ഇറങ്ങാൻ അറിയില്ല. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് അവർക്ക് ഇറങ്ങാനൊന്നും അവർ പഠിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ശീലമാക്കി കൊടുക്കണം, അപ്പോഴേ അവർ ചെയ്യുള്ളൂ. കുറച്ച് ഗോതമ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പൊടി കുഞ്ഞുങ്ങൾക്ക് തിന്നാനും ഗോതമ്പ് തള്ളക്ക് തിന്നാനുമാണ് ഇട്ടെടുത്തത്. ഇനി ഒരു ചിക്കിപ്പെറുക്കി 2 മാസം ഈ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. 1.5 മാസം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇടുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ പുറത്താക്കൂലേ. അതിൻ്റെ മുന്നേ ഇനി പുറത്താക്കിയാൽ ചെറിയ കുഞ്ഞാകുമ്പോൾ കാക്ക വേഗം കൊത്തി കൊണ്ടുപോകും. പിന്നെ കുറച്ച് വലുതായി കീരിയും കൊണ്ടുപോകും കേട്ടോ. കുറച്ച് പണിയുണ്ട് ഇവരെ ഒന്ന് വലിപ്പം വെച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ. എന്നാ പറയും എന്താ പറയണ്ടേ. കുഞ്ഞുകോയി എന്താ ചെയ്യണേ? ഫുഡ് തിന്നാൻ പോവാണേ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ഒരു ചെയ്യാ? വെള്ളം കുടിച്ചാ പറഞ്ഞോ ഈ ഒരു വെള്ളം കുടിക്കുന്ന കാണിച്ചു. വെള്ളം കുടിക്കാൻ പോയിട്ട് ഞാൻ പിടിച്ചിട്ട് അടിയിൽ അടിഞ്ഞോളാം. പിടിച്ചിട്ട് പറഞ്ഞിടത്തോളാം. നമ്മൾ ഈ കുഞ്ഞു കോഴിനെ ഇടാൻ ഫുഡ് കഴിക്കൂട്ടോ.
കുഞ്ഞു കോഴിന് നമ്മൾ ഫുഡ് അയച്ചിട്ട് നമ്മൾ യൂട്യൂബ് ചാനലെല്ലാം പോകട്ടോ. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യാൻ പറയും? ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. പിന്നെന്താ ചെയ്യണ്ടേ? എന്നിട്ട് കോഴി വെള്ളം ചെയ്യണോ? സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ അമ്മക്ക് വെള്ളം ഒഴിക്കാൻ പോട്ടോ. എന്നിട്ട് ലൈക്ക് എന്തായാലും ചെയ്യാൻ പറയും. ലൈക്ക് എന്തായാലും ചെയ്യാൻ ആക്കണേ. പാത്തുവിന് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയും. പാത്തുന്ന് ഇഷ്ടമുള്ളെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയേ. മറക്കരുതേ. എന്നിട്ട് നമ്മൾ ഈ കുഞ്ഞു കോഴിനെ ഇട്ടിട്ട് യൂട്യൂബിലില്ല. കുഞ്ഞു കോഴി 2 കുഞ്ഞു കോഴിയാട്ടുള്ളേ. എന്റെ കുഞ്ഞു കോഴി ഇട്ടോ. അത് യൂട്യൂബ് ചാനൽ. ഈ വിരിയാത്ത മുട്ട ഒന്ന് ഞാൻ പൊട്ടിച്ചു നോക്കട്ടോ. ഇത് കേടാണോ എന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിന് കുഞ്ഞായിട്ടും പിന്നെ പുറത്തേക്ക് വരാണ്ട് അതിനുള്ളിൽ ചത്ത് കിടക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടാവും. പിന്നെ കേടായ മുട്ട ഉണ്ടാവും. ഇതൊക്കെ കേടായതാണ്. അതിൻ്റെ ഉള്ളിൽ കുഞ്ഞ് ആയി വരുന്നുണ്ട് കേട്ടോ. ചിലത് കുഞ്ഞായിട്ട് ഫുള്ള് വലിപ്പമോ വല്ല വളർച്ചയൊക്കെ എത്തിയിട്ട് അതിനുള്ളിൽ ചത്ത് കിടക്കുന്നുണ്ടാവും. ടൈം ആകുമ്പോഴും പുറത്തേക്ക് വരാണ്ട് അങ്ങനത്തത് ഉണ്ടാവാറുണ്ട്. ഇത് 3/4 ഭാഗം വളർച്ച ആയിട്ടുള്ളതാണ്. അങ്ങനെ കുറേ മുട്ട നശിച്ചു പോവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാണ്ടോ. ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ കോഴി ഇരിക്കുകയും ചെയ്യില്ല, പിന്നെ വിരിയും ചെയ്യില്ല കേട്ടോ.